പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നവംബർ 2025 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിന്റെ ഒരു ക്ലാസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. നമുക്ക് നവംബർ 2025 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളുടെ അവസാനത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. 2025 നവംബറിൽ നമുക്കറിയാം ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റായിരുന്നു ഡിറ്റുവ, അല്ലെ? ശ്രീലങ്കയിൽ നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ ചുഴലിക്കാറ്റായിരുന്നു ഇത് ഡിറ്റുവ. നമുക്കറിയാം ആ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് എക്സ്പെഷ്യലി തെക്കൻ കേരളത്തിലൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു, അല്ലെ? നമ്മൾ പലരും ഊട്ടിയിലെയും അതുപോലെ തന്നെ കൊടൈക്കനാലിലേക്ക് തണുപ്പെന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ വഴി കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ 2025 നവംബറിൽ ശ്രീലങ്കയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരായിരുന്നു ഡിറ്റുവ. പേര് നൽകിയ രാജ്യത്തിന്റെ പേര് കൂടി അറിഞ്ഞിരിക്കണം. യമനാണ് ഡിറ്റുവ എന്ന പേര് നൽകിയത്. ഓക്കെ അല്ലേ? നമുക്കറിയാം 2025 നവംബറിൽ നമ്മുടെ ബോളിവുഡിന്റെ ഇതിഹാസ താരമായ ധർമ്മേന്ദ്ര അന്തരിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. നമുക്കറിയാം 74ാമത് മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് ആണ്. ഇനിയുള്ള എക്സാമിനേഷൻ എല്ലാം ചോദിക്കും. ഫാത്തിമ ബോഷ് മെക്സിക്കൻ മോഡലാണ്. വേദി തായ്ലൻഡിലായിരുന്നു മിസ് യൂണിവേഴ്സ് മത്സരം നടന്നത്. മെക്സിക്കൻ മോഡലായ ഫാത്തിമ ബോഷ് ആണ് 74ാമത് മിസ് യൂണിവേഴ്സ് കിരീടം 2025 കരസ്ഥമാക്കിയത്. ആരാടെ? ഫാത്തിമ ബോഷ്. മെക്സിക്കൻ മോഡലാണ്. വേദി തായ്ലൻഡ് ആണ്. അതുപോലെ തന്നെ കോപ്പ് 30ക്ക് വേദിയായത് 2025 ബ്രസീലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കോപ്പ് 30ക്ക് വേദിയായത്. എന്നാൽ 2026 31ാമത് UN കാലാവസ്ഥാ ഉച്ചകോടി, ഈ UN കാലാവസ്ഥാ ഉച്ചകോടി 31ാമത് വേദിയാകുന്ന രാജ്യം തുർക്കിയാണ്. 2026 വേദിയായത്. 2025 കോപ്പ് 30 ആയിരുന്നു. ആ കോപ്പ് 30ക്ക് വേദിയായത് ബ്രസീൽ. കോപ്പ് 31ന് വേദിയാകുന്ന തുർക്കിയാണ്. മാറിപ്പോകരുത്, ഓർത്തിരിക്കണം. അടുത്തത്, റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് പെംബ്രോറി. എന്താണ്? പെംബ്രോറി എന്നാണ് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ പെംബ്രോറി. അപ്പൊ ഈ പെംബ്രോറി എന്ന് പറയുന്ന വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിയറ്റ്നാം ആണ്. ഔദ്യോഗികമായിട്ട് ഈ പെംബ്രോറി എന്ന് പറയുന്ന റഷ്യ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ വാക്സിന് ആദ്യമായിട്ട് അംഗീകാരം നൽകിയത്, ഔദ്യോഗിക അംഗീകാരം നൽകിയത് വിയറ്റ്നാം ആണ്. അത് മറന്നു പോകരുത്. റഷ്യ ആദ്യം വികസിപ്പിച്ച ക്യാൻസർ വാക്സിന്റെ പേരും കൂടി അറിഞ്ഞിരിക്കണം. എൻഡറോമിക്സ് എന്നാണ്. എൻഡറോമിക്സ് ആണ് റഷ്യ ആദ്യം വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ. എൻഡറോമിക്സും ഇപ്പോൾ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ ആണ് പെംബ്രോറി. അതിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകിയത് വിയറ്റ്നാം ആണ്. ഓക്കെ അല്ലേ? അടുത്ത, DNA-യിൽ മാറ്റം വരുത്തിയ അരിവാൾ രോഗം. നമ്മൾ കേട്ടിട്ടുണ്ട് സിക്കിൾ സെൽ ഡിസീസസ് എന്ന് പറയുന്നത്, അല്ലെ? ഈ സിക്കിൾ സെൽ ഡിസീസസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പിയാണ് ബിർസ 101. DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗത്തെ, സിക്കിൾ സെൽ ഡിസീസ് പ്രതിരോധിക്കാൻ, അരിവാൾ രോഗം എന്ന് പറയുന്നതാണ് സിക്കിൾ സെൽ ഡിസീസ്. ഈ സിക്കിൾ സെൽ ഡിസീസിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പിയാണ് ബിർസ 101. ഗോത്ര വിഭാഗത്തിലെ വിമോചന പോരാളിയായ, നിങ്ങൾക്കറിയാം ബിർസ മുണ്ടയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ബിർസ മുണ്ട അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോത്ര വിഭാഗത്തിലെ വിമോചന പോരാളിയായ ബിർസ മുണ്ടയോടുള്ള ആദര സൂചകമായിട്ടാണ് DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യ വികസിപ്പിച്ച ആദ്യ തദ്ദേശീയ ജീൻ തെറാപ്പിക്ക് പേരിട്ടത്. അതിന്റെ പേര് ബിർസ 101 എന്നാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമാണ് കുറാസോയാണ്. ഈ കുറാസോ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമാണ് കുറാസോ. കുറാസോയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, കരീബിയൻ രാജ്യം ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ രാജ്യമാണ് കുറാസോ. ഈ കുറാസോയിലെ ജനസംഖ്യ 2025 പ്രകാരം
1,85,000 ജനങ്ങളാണ് എവിടെയുള്ളത്? കുറാസോ അല്ലേ? അടുത്തത്, കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം ദീപ്തി ബ്രെയിൻ ആണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി എന്ത് ചെയ്യുന്നത്? മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയവും നെതർലാൻഡുമാണ്. അറിഞ്ഞിരിക്കണം, ബെൽജിയവും നെതർലാൻഡുമാണ് 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ബെൽജിയവും നെതർലാൻഡ്. അടുത്തത് 2025 നവംബറിൽ മെറ്റയുടെ സിഇഒക്ക് ആരാണ് നിങ്ങൾക്കറിയാം? മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനായതാണ് അലക്സാണ്ടർ വാങ് ആണ്. 2025 നവംബറിൽ മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനായ വ്യക്തിയാണ് അലക്സാണ്ടർ വാങ്. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? ഷെഫാലി വർമ്മയാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അല്ലെ? ഈ രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന എന്നുള്ളത്. അടുത്ത, പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയ രാജ്യം ബോട്സ്വാനയാണ്. മുമ്പ് നമീബിയയ്ക്ക് നൽകിയിട്ടുണ്ട് അല്ലെ? പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയ രാജ്യം ബോട്സ്വാനയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ചീറ്റകളെ നവംബറിൽ കൊണ്ടുവന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ, ഒഡീഷയാണ്. അടുത്തത്, കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ചോദിച്ചു കഴിഞ്ഞാൽ ന്യോമയാണ് കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളമാണ് ന്യോമ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. കർണാടകയിലെ മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്, എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ കിഴക്കൻ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 13,710 അടി ഉയരത്തിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമതാവളം ന്യോമ. 2025 നവംബർ 14 അന്തരിച്ചത് നമുക്കറിയാം, മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ്. എക്സാമിന് ചോദിക്കും. സാലു മരദ തിമ്മക്കയാണ് 2025 നവംബർ 14 അന്തരിച്ച മരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് സാലു മരദ തിമ്മക്ക. ഓക്കെ അല്ലേ? ഈ സാലു മരദ തിമ്മക്കയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർണാടക സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ഈ സാലു മരദ തിമ്മക്ക എന്നറിയപ്പെടുന്ന തിമ്മക്ക. 4 കിലോമീറ്റർ വഴിയോരത്ത് പേരാൽമരങ്ങളൊക്കെ 385 പേരാൽമരങ്ങളാണ്. ഈ 385 പേരാൽമരങ്ങൾ നട്ടു സംരക്ഷിച്ചതാണ് അവരെ ശ്രദ്ധേയയാക്കിയത്. ആരെ? സാലു മരദ തിമ്മയ്ക്ക്. അപ്പോൾ മരങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സാലു മരദ തിമ്മക്കയാണ്. ഈ സാലു മരട എന്നാൽ കന്നഡ ഭാഷയിൽ തന്നെ നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ എന്നാണ് ഈ സാലു മരടയുടെ അർത്ഥം തന്നെ. 2019 നമ്മുടെ രാജ്യം ഇവരെ പത്മശ്രീ പുരസ്കാരമൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ വസ്തുതയും ഇതിൽ സന്ദർഭവശാൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത, ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഓർത്തിരിക്കണം, ബംഗ്ലാദേശിലെ ധാക്കയിലാണ് 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ബംഗ്ലാദേശിലെ ധാക്കയിൽ 2025 നടന്നു. ആ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. അടുത്തത്, ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടനയാണ് ഫിഫയാണ്. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഫിഫ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതം നമുക്കറിയാം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ആ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികമാണ് 2025 ആഘോഷിച്ചത്. ഇതുമായിട്ടുള്ള ചർച്ചയൊക്കെ ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് 150ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയഗീതമായ
വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികമാണ് 2025 ആചരിച്ചത്. നമുക്കറിയാം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നമുക്കറിയാം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു ദേശഭക്തി ഗാനമാണ് ഇത്. ഏതടെ വന്ദേ മാതരം എന്നറിയുന്നത്. അതായത് സംസ്കൃത ഭാഷയിലെ ഏതാനും വാക്കുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. വന്ദേ മാതരം 1896 കോൺഗ്രസ് സമ്മേളനത്തില് രവീന്ദ്രനാഥ് ടാഗോർ ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്, ആലപിക്കുന്നുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്ന അതിന്റെ, അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് അല്ലെ. ആ ആനന്ദമഠം രചിച്ചത് 1882 അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. എന്നാ നോവലിൽ, ഏത് നോവലിൽ നിന്നറിയാം, ആനന്ദമഠം എന്ന നോവലിൽ ചേർത്തിട്ടുള്ള കവിതയാണ് ഇത് വന്ദേ മാതരം എന്ന് പറയുന്ന. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ വന്ദേ മാതരമായ ദേശീയ ഗീതം. ഓക്കെ, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ. അടുത്തത് 2025 നവംബറിൽ 100-ാം വയസ്സിലേക്ക് കടന്ന, നമുക്കറിയാം ഗാന്ധിജിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ്. ആ ആത്മകഥ 2025 നവംബറിൽ 100-ാം വർഷത്തിലേക്ക് കടന്ന് 1925 നവംബറിലാണ് നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥ, നവജീവനിൽ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. അടുത്തത് നമുക്കറിയാം ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടനയാണ് ഫിഫ എന്ന് പറയുന്നത്. ഫിഫയാണ് ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ ഫുട്ബോൾ ഫെഡറേഷന്റെ സംഘടനയായ കായിക സംഘടനയാണ് ഫിഫ. നിങ്ങൾക്കറിയാം. അടുത്ത 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് പേര് നൽകിയത്, ആ പേര് ഏത് പേരാണ്? ട്രയോണ്ട എന്നാണ്. എന്താണ് ട്രയോണ്ട? ട്രയോണ്ട എന്നാണ് 2026 ഫിഫ ലോകകപ്പിനുള്ള പന്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്തത് ഓപ്പറേഷൻ രക്ഷിത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. റീസെന്റ് നവംബർ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. നിങ്ങൾക്കറിയാം, ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് വർക്കല റെയിൽവേ സ്റ്റേഷൻ എടുത്ത് വെച്ചിട്ട്, അതായത് നമ്മുടെ കേരള എക്സ്പ്രസിൽ നിന്ന് തള്ളിയിട്ടതൊക്കെ നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. അതിനുശേഷം സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നല്ല നഗരമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനിലെ ലാഹോർ ആണ്. ലോകത്തിലെ ഏറ്റവും മലിന നഗരമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ജപ്പാനിലെ പ്രധാനമന്ത്രിയായ ഒരു വനിത എത്തി. ആ വനിതയുടെ പേര് സനെ തകായിച്ചിയാണ്. എക്സാമിന് ചോദിക്കും, സനെ തകായിച്ചി. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2 ആണ്. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. അടുത്തത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ദീപിക പദുക്കോൺ ആണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതയായത് ദീപിക പദുക്കോൺ. അടുത്തത് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വേയാണ്. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നവംബർ മാസത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കറണ്ട് അഫേഴ്സും കവർ ചെയ്തിരിക്കുകയാണ്. ഡിസംബർ ആദ്യ വീക്കിലെ കറണ്ട് അഫേഴ്സ് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.